നോക്കിയാൽ കുഞ്ഞിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ലോക മനുഷ്യൻ പലപ്പോഴും ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവപ്പൈതലെ ലോക മനുഷ്യൻ നോക്കുന്ന നോട്ടമാകരുത്, നീ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന നോട്ടം. വിശ്വാസത്തോടെ കർത്താവ് എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ എനിക്ക് നിവർത്തിച്ചു തരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരു പൂർണ്ണത തരും, എൻ്റെ ഭവനത്തിനകത്ത് ശൂന്യത മാറ്റും, എൻ്റെ കൂട്ടാളിയുടെ നന്മ വർദ്ധിച്ചു വരേണ്ടതിന് മുൻപുള്ള എല്ലാ തടസ്സങ്ങളെയും എൻ്റെ ദൈവം എടുത്തു മാറ്റും. അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ ശക്തനെന്ന ഉറച്ച വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നീ നോക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആരൊക്കെ നിന്റെ മുമ്പിൽ എതിര് നിന്നാലും, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, ഏതെല്ലാം മേഖല നിന്നെ ഒതുക്കിക്കെട്ടുമെന്ന് പറഞ്ഞാലും, സർവശക്തനായ ദൈവം ഒതുക്കിക്കെട്ടുവാൻ ശത്രുവിന്റെ കരുത്ത് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നിന്റെ കർത്താവ് നിന്നെ വിളിച്ചത് ലോകയുടെ മുമ്പിൽ ഒരു പോഷനാക്കാനല്ല, ലോകക്കാരുടെ മുമ്പിൽ നിന്നെ ഒരു ശ്രേഷ്ഠനാക്കാനാ. നിന്റെ തലമുറ ലോകക്കാരുടെ മുമ്പിൽ തല കുനിച്ചു നടത്താനല്ല, പിന്നെയോ അവന്റെ തല ഉയർത്തി മാനിക്കാനാ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കണ്ണോടിച്ചാൽ അവിടെ കാണാൻ കഴിയും, ദൈവമുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പത്രം സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവം നിന്റെ കണ്ണ് കാണുമെങ്കിൽ, നിന്റെ മുഖം കാണുമെങ്കിൽ നിന്നെ ആദരിക്കാതെ അവൻ മടങ്ങി പോകയില്ല. വ്യക്തമായി പറയട്ടെ, ജ്ഞാനിയായ ശലോമോന് പറയുവാൻ ഒരു കാര്യമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ദൈവം വലിയവനാ, എൻ്റെ പിതാവിൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നവനാ, എൻ്റെ പിതാവിൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ തോറ്റു പോകയില്ല. ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചവരാരും ഭൂമിയിൽ പട്ടുപോയ ചരിത്രമില്ല. വ്യക്തമായി രാത്രികാലം ദൈവത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം, സ്വത്രം വായിക്കാം. ഒന്നിനായ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ. ഒന്നിനായ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. സ്വത്രം. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. സ്വത്രം. ആ യാഗത്തിൽ സർവശക്തനായ ദൈവം പ്രസാദിച്ചു. സ്വത്രം. നോക്ക്, ആ രാത്രിയിൽ സർവശക്തനായ ദൈവം ശലോമോന് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്ന നിന്റെ മുഖത്തെ ആദരിക്കാതെ ദൈവം പോകയില്ല. ദൈവത്തിന് യാഗമർപ്പിച്ച ശലോമോന്റെ മുമ്പിൽ സ്വർഗം ദർശനത്തിൽ വെളിപ്പെട്ടെങ്കിൽ, കരയുന്ന ദൈവപൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, ദൈവത്തിന് മുഴങ്കാലും അടക്കുന്ന ദൈവപൈതലെ, ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവപൈതലെ, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. നീ ചോദിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, നനയ്ക്കുന്നതിന് ഉപരിയായി സ്വർഗം നിന്നെ ഉയർത്തും. ആരെല്ലാം നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വാതുകെട്ട് വെല്ലുവിളിച്ച് എഴുന്നേറ്റ് വന്നാലും സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ തകർന്നു പോകത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി ഉയർത്തപ്പെടും, നീ ദേശത്തിനൊരു അനുഗ്രഹമാകും. ദൈവസനിൽ ശലോമോൻ പ്രാർത്ഥിച്ചതിന്റെ കാരണം, സ്വത്രം, തന്റെ അപ്പന്റെ കൃപ തനിക്ക് വേണം. സ്വത്രം. ഇസ്രായേൽ ജനത്തെ നീതിയോടെ ന്യായപാലനം നടത്തുവാൻ ദൈവം കൊടുത്ത കൃപ തനിക്ക് വേണം. പക്ഷേ താനൊരു ബാലനാണ്. തന്റെ അപ്പൻ ന്യായപാലനം നടത്തിയതുപോലെ തനിക്കതിന് കഴിയത്തില്ല എന്ന് അവൻ അറിയാമായിരുന്നു കൊണ്ട് അവൻ ദൈവസന്നിധി സാഷ്ടാംഗം വീണു. സ്വത്രം. സ്വർഗത്തിലെ ദൈവം അവൻ ആ സ്വർഗീയ അനുഗ്രഹം പകർന്നു കൊടുത്തു. ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. ദൈവമേ, നീയാണ് സകലത്തിനും മതിയായവൻ, നിന്നെ കൊണ്ട് മാത്രമേ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിപ്പാൻ കഴിയത്തുള്ളൂ. ലോകത്തിൽ ആർക്കും എന്നെ സഹായിപ്പാൻ കഴിയത്തില്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ദൈവം മുമ്പാകെ നിന്നെ താഴ്ത്തിക്കൊടുക്കാൻ നീ തയ്യാറാകുമെങ്കിൽ നീ മാത്രമല്ല, നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. നോക്ക്, ശലോമോന് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹങ്ങളെ കൊടുക്കുമ്പോ സ്വത്രം അപ്പൻ കൊടുത്ത സ്ഥാനവും മാനവും പദവിയും ഓർത്ത് അവൻ ദൈവസന്നിധി പറയുന്നൊരു കാര്യമാണ്. സ്വത്രം.
ഞാനൊരു ബാലനാ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് കഴിവില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? ഞാനൊരു ബാലനാ, എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ അപ്പൻ ഈ ജനത്തെ നടത്തിയത് പോലെ എനിക്ക് നടത്തുവാനുള്ള കഴിവില്ല. നിന്റെ കൃപ എന്നോട് കൂടെ ഇല്ല എങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുൻപോട്ട് വെക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, സ്വയം സമ്മതിച്ച് തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത ശലോമോനെ ദൈവം ഉയർത്തിയെങ്കിൽ ഈ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ ദൈവത്തിന്റെ കരത്തിൽ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുത്തു നോക്ക്. നീ ലോകത്തിൽ ഉന്നതനായി മാറും, നിന്റെ കുടുംബത്തിൽ ശ്രേഷ്ഠനായി മാറും, നീ ദേശത്തിൽ അംഗീകരിക്കപ്പെട്ടവനായി തീരും, നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. 52:12 പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അങ്ങനെ ദാവീദിന്റെ മകനായ ശലോമോൻ യഹോവയ്ക്കൊരാലയം പണിയുവാൻ തയ്യാറായെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ശലോമോനെ, നിന്നെപ്പോലെ ഒരുവൻ ഈ വരികയുമില്ല. സ്വത്രം, നിന്നെപ്പോലെ വേറൊരു ഉണ്ടാകുകയുമില്ല. നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച ശലോമോൻ സ്വത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായെങ്കിൽ എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ, വീടുണ്ടെങ്കിലും കൂടുണ്ടെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ദൈവമില്ലെങ്കിലും ഒന്നുമില്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്ക്. ദൈവത്തെ മുറുകെ പിടിച്ചാൽ നീ ചോദിക്കുന്നത് ചിന്തിക്കുന്ന നിനക്കുന്നതിന് ഉപരിയായി നീ ഉയർച്ച പ്രാപിക്കും. സ്വത്രം, പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങെടുത്ത് ചിന്തിച്ച് ഊടാടി സഞ്ചരിച്ച് ഒന്നിനും കഴിയത്തില്ലെങ്കിൽ അവൻ രോഗം കൊണ്ടിട്ട് നിന്നെ ഒരു നിത്യ രോഗിയാക്കി മാറ്റി നിന്നെ നന്മയെ മുഴുവനും നഷ്ടപ്പെടുത്തി നിന്നെ കണ്ണുനീരിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കും. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ, ലോകമനുഷ്യൻ പറയുന്നത് കേൾക്കാതെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നുവോ അതനുസരിച്ച് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കാൻ നീ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ലോകത്തിൽ സകല നാമത്തിനും മേലായ നാമം നൽകി നിന്നെ നിന്റെ സന്തതിയും സ്വർഗത്തിലെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണിനും ദയ തോന്നാതെ, ഒരു കണ്ണിനും ദയ തോന്നാതെ നിന്നെയും എന്നെയും സ്വർഗത്തിലെ ദൈവത്തിന് ദയ തോന്നി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, ശലോമോൻ തന്റെ ജ്ഞാനത്തെ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിന് മുമ്പാകെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് താഴ്ത്തി കൊടുത്തത് കൊണ്ട് സർവശക്തനായ ദൈവം പറയുകയാണ്, സ്വത്രം, മോനെ, നിന്നെപ്പോലൊരുവൻ ഇനി വരികയില്ല. നിന്റെ രാജത്വത്തിന് മീതെ ഒരുത്തനും വരത്തില്ല. സ്വത്രം, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വത്രം നോക്ക്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശലോമോൻ എത്ര വർഷം ഭരണം നടത്തിയെന്നറിയാമോ? 40 വർഷം സംവത്സരം. സ്വത്രം, ഇസ്രായേലിന് ന്യായപാലകനായിട്ടിരുന്നു. സ്വത്രം, ശലോമോൻ ഇസ്രായേലിനെ ന്യായപാലകനായിട്ട് 40 വർഷം ഇരിക്കുക. സ്വത്രം, 3 പ്രാവശ്യം യഹോവയായ ദൈവം അവന് പ്രത്യക്ഷനായി. സ്വത്രം, 1 അവനെ അനുഗ്രഹിക്കുവാൻ, 2 അവനോട് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുവാൻ, 3 അവന്റെ ജീവിതത്തിൽ വന്ന പരാജയം അവന് തകർച്ചയായി വന്ന് ഭവിക്കും എന്ന് പറയുവാൻ. സ്വത്രം, ദൈവം നിന്നെ ഉയർത്തിയാൽ ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ അവൻ നിന്നെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി മാനിക്കും. ഒന്നിനും ഒരു യോഗ്യതമില്ലാതിരുന്ന ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: ആടിനെ മേയിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് എന്നെ വിളിച്ച് ഇസ്രായേലിന്റെ പരിപാലകനായിട്ട് നിർത്തിയ എന്റെ യഹോവ മഹത്വമുള്ളവൻ. ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന, എവിടെയോ നഷ്ടപ്പെട്ട് പോകേണ്ടിയിരുന്ന എന്നെയും ദൈവം ഈ രാത്രികാലം ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ഇവിടത്തോളം കൊണ്ടുവന്നെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ, ആരും സഹായിപ്പാനില്ലെന്നോർത്ത് നീ കരയണ്ട. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ച കർത്താവ് അന്ത്യത്തോളം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. ദൈവസന്നിധി നിന്ന് അകന്ന് ദൈവകോപത്തിനിരയായി ശലോമോൻ ദൈവകൃപയിൽ അന്യപ്പെട്ടു പോയെങ്കിലും സർവശക്തനായ ദൈവം തന്റെ പിതാവായ ദാവീദിനോട് കൂടെ ഇരുന്നത് കൊണ്ടും ദാവീദിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചത് കൊണ്ടും ശലോമോനോട് പറയുകയാണ്, നിന്റെ ജീവകാലത്ത് സ്വത്രം നീ നഷ്ടപ്പെട്ടു പോകത്തില്ല, ഈ രാജ്യം നിന്നെ വിട്ടു പോകത്തില്ല. പക്ഷെ നിന്റെ തലമുറയുടെ കാലം വരുമ്പോൾ ഞാൻ ഈ രാജ്യം മറ്റൊരുത്തന് കൊടുക്കും.
ദൈവ പൈതലേ, നാം എന്തു ചെയ്തു, നാം എന്താണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്നത് എന്ന് ദൈവം നോക്കും. അവന്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിക്കുന്നവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവേണ്ട നിനക്ക് വേണ്ടി ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. ശലോമോനോട് പറയുകയാണ്, നീ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് നിന്റെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ച് നീ ലോകത്തിലെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മ്ലേച്ഛ വിഗ്രഹങ്ങളെ സേവിച്ച് അവയ്ക്ക് ധൂപം കാട്ടിയത് കൊണ്ട്, എന്നെ മറന്നത് കൊണ്ട് നിന്റെ ജീവകാലത്ത് നിന്റെ സന്തതിയെ ഞാൻ നശിപ്പിക്കും. അവൻ ഉയർച്ച പ്രാപിക്കത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നെങ്കിൽ, നീ അധ്വാനിക്കുന്നതും നീ ഓടുന്നതും നീ പ്രാർത്ഥിക്കുന്നതും കണ്ണുനീരൊഴുക്കുന്നതിനും അനുഗ്രഹമായി നിന്റെ സന്തതി വരണമെങ്കിൽ ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ ദൈവവചന പ്രകാരം അഭ്യസിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നന്മ അത് ലോകത്തിലുള്ളതാ, അത് സ്വർഗത്തിലെ നിനക്ക് തരുമ്പോൾ തരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരോഗ്യവും ആയുസ്സും ബലവും തരുമ്പോൾ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്വത്രം. ഒരു പ്രഭാതം കാണുവാൻ നിന്നെ സഹായിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. രാത്രിയാമത്തിൽ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നടത്തിയ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയണം. അങ്ങനെ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെയും സ്വർഗത്തിലെ ഭൂമിയിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അവരെ നാൾക്കുനാൾ അഭിവൃദ്ധിയോടെ ഉയർത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, ശലോമോൻ തന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്ത മഹത്വം ചെറുതല്ല. അതുകൊണ്ട് ദൈവം അവനെ മഹത്വത്തിൽ ഉയർത്തി. സ്വത്രം. നോക്ക്, ശലോമോൻ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ശലോമോനെ മഹത്വത്തിൽ ദൈവം ഉയർത്തി. എപ്പോഴവൻ ദൈവത്തിൽ നിന്ന് അകന്നോ അപ്പോഴവൻ താഴ്ച പ്രാപിച്ചു. പിന്നത്തേതിൽ അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അവന്റെ ജീവിതം തകർന്നടിഞ്ഞു. ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അവൻ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. സ്വത്രം. അശേര പ്രതിഷ്ഠകൾക്ക് നേർച്ച കാഴ്ചകൾ കഴിച്ചു. ദൈവകോപം അവന്റെ മേൽ വന്നു. അവന്റെ തലമുറ സ്ഥിരമാകാതെ നഷ്ടപ്പെട്ടു പോയി. അവന്റെ തലമുറയുടെ കാലം വന്നപ്പോൾ രാജ്യത്വം അവനിൽ നിന്ന് നീങ്ങിപ്പോയി. കൂടപ്പുറപ്പ്, ദൈവം നിന്നെ വിളിച്ചെങ്കിൽ അബ്രഹാം ആ വിളി കേട്ട് ഇറങ്ങി വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് സ്വർഗം അത് നീതിയായി കണക്കിട്ടതുമെങ്കിൽ, നിന്റെ ജീവിതത്തിലും നീ ഇറങ്ങി പുറപ്പെട്ടത് ദൈവവചനം കേട്ടനുസരിച്ച് ദൈവത്തെ പിൻപറ്റാനാണെങ്കിൽ വിട്ടേച്ചു പോകല്ലേ, ഇട്ടേച്ചു പോകല്ലേ, തള്ളി പറയല്ലേ. അന്ത്യത്തോളം നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടതെല്ലാം തന്ന്, നിന്നെ മാത്രമല്ല നിന്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിച്ച് നിന്റെ കണ്ണുനിറച്ച് മാനിപ്പാൻ എന്റെ കർത്താവ് മനസ്സുള്ളവനാ. ആ മനസ്സുള്ള ദൈവത്തെ മറന്ന് ലോകത്തിന്റെ മോഹങ്ങൾ തേടി നീ ഓടിയാൽ തോറ്റുപോകും കുഞ്ഞെ. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ദൈവത്തെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നയോളം നിന്നെ ഭൂതലത്തിലാക്കി വെച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. ലോകം പറയും ഇല്ല നീ ഉയരത്തില്ല. ലോകം പറയും നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടത്തില്ല. ലോകം പറയും നീ നന്മ കാണത്തില്ല. ലോകം പറയും നീ ഇനി ഒരിക്കലും സന്തോഷിപ്പാൻ ഇടവരികയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയാ, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനെ സ്വർഗം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. സ്വത്രം. വ്യക്തമായി പറയട്ടെ, സകലത്തിനും മീതെ മേലായ നാമം നൽകി നിന്നെ ഉയർത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് ഉയർത്തി മാനിക്കും. നിന്നെ തകർക്കെന്ന് പറഞ്ഞ ശത്രുവിന്റെ തല തകർത്ത് നിനക്ക് ജയം തരും. വ്യക്തമായി പറയട്ടെ, നോക്ക്, ശലോമോൻ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് സർവശക്തനായ ദൈവം ശലോമോനെ മാനിച്ചത് ചെറുതല്ല. ഏറ്റവും ശ്രേഷ്ഠകരമായി ശലോമോനെ സ്വർഗത്തിലെ മാനിച്ചു. എന്നാൽ പറയട്ടെ, ശലോമോൻ തോറ്റുപോയത് സ്വത്രം വെറുതെയല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാ. സ്വത്രം. ദൈവത്തിൽ നിന്ന് ശലോമോൻ അകന്നു പോയി. സ്വത്രം. എന്തുകൊണ്ട്? ലോകമോഹം അവനെ കടന്നു പിടിച്ചു. സ്വത്രം. ലോകമോഹം അവനെ കടന്നു പിടിച്ചു. സ്വത്രം. ശലോമോൻ സ്വത്രം ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിന് ആലയം പണിതു. സ്വത്രം. നോക്ക്, 7 ആണ്ടുകൊണ്ട് ശലോമോൻ ദൈവത്തിനൊരാലയം പണിതു. ആരുടെ ആഗ്രഹപ്രകാരം? ദാവീദിന്റെ ആഗ്രഹപ്രകാരം. തൻ്റെ
അപ്പന്റെ ഇഷ്ടം തൻ്റെ മകൻ നിവർത്തിച്ചത് 7 വർഷം കൊണ്ട്, 7 ആണ്ടുകൊണ്ടാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ അവന്റെ കിടക്കാടം പണിതതോ അവന്റെ ഭവനം പണിതതോ 13 ആണ്ടുകൊണ്ട്. ദൈവ പൈതലേ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന്റെ ഇരട്ടിയാ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുന്നത്. സ്വത്രം. തിരിച്ചറിയണേ, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കാലത്തിന്റെ ഇരട്ടി കാലം ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. സ്വത്രം. അത് തിരിച്ചറിയണം. നിന്റെ കുറവുകളെ അവൻ ഓർത്തിട്ടല്ല നിൽക്കുന്നത്. പിന്നെയോ നീ ദൈവത്തിന് വേണ്ടി എടുത്ത സമയമുണ്ടല്ലോ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടി ചിലവിട്ട ആ കാലഘട്ടമുണ്ടല്ലോ, ചിലവിട്ട നന്മയുണ്ടല്ലോ, അതിന് ഇരട്ടി തന്ന് നിന്നെ മാനിക്കാതെ എൻ്റെ ദൈവം പോകത്തില്ല. സ്വത്രം. ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, തൻ്റെ അപ്പന്റെ ആഗ്രഹത്തെ സ്വത്രം വേണ്ട എന്നവൻ വച്ചില്ല. സ്വത്രം. കാരണം അനുസരണമുള്ള മകനായിട്ടാ അപ്പന്റെ കൂടെ മകൻ വളർന്നു വന്നത്. സ്വത്രം. അപ്പന്റെ ഇഷ്ടം ആരാഞ്ഞറിയുന്ന മകനായിരുന്നു ശലോമോൻ. നമ്മുടെ മക്കളോ? അപ്പൻ പറയുന്നത് കേൾക്കത്തില്ല, അമ്മ പറയുന്നത് കേൾക്കത്തില്ല, മുതിർന്നവർ പറയുന്നത് കേൾക്കത്തില്ല, ഗുരുക്കന്മാര് പറയുന്നത് കേൾക്കത്തില്ല, നിയമപാലകര് പറയുന്നത് കേൾക്കത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരായുസിന്റെ മധ്യത്തിൽ തന്നെ അവർ നശിച്ചു പോകുകയാ. സ്വത്രം. എന്നാൽ ശ്രദ്ധിക്കുന്ന യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നെങ്കിൽ, ദൈവവചനം അനുസരിച്ച് മാതാപിതാക്കളെ ഭയപ്പെട്ട് ദൈവദാസന്മാരെ മാനിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുന്ന സന്തതി ഉണ്ടല്ലോ, അവൻ അനുഗ്രഹിക്കപ്പെടും. അതിന് തെളിവാണ് ശലോമോൻ. സ്വത്രം. തന്റെ അപ്പന്റെ ദൈവത്തെ താൻ പിൻപറ്റിയത് കൊണ്ടും തന്റെ അപ്പന്റെ ആഗ്രഹം സാധിപ്പാൻ താൻ സമയം ചെലവിട്ടത് കൊണ്ടും സ്വത്രം തനിക്ക് സ്വർഗത്തിലെ ഒരു സമയം വിട്ടു. സ്വത്രം. 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 അവൻ ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് തന്നെ കഴിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, ശലോമോൻ 7 ആണ്ടുകൊണ്ട് യഹോവയ്ക്ക് ഒരു മന്ദിരം പണിതെങ്കിൽ 13 ആണ്ടുകൊണ്ട് തനിക്കൊരു ഭവനം പണിതു. സ്വത്രം. എല്ലാമൊക്കെ ഭൂതലത്തിൽ സ്ഥാപിച്ചെടുത്തെങ്കിലും പണിയാൻ സഹായിച്ച ദൈവത്തെ അവൻ മറന്നു. അരുത് എന്ന് പറഞ്ഞതിനെ ശലോമോൻ ചെയ്യുവാൻ തയ്യാറായി. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ടു. സ്വത്രം. അന്യപ്പെട്ട് തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനെ പോലെ അവൻ ബാൽ ദൈവങ്ങളെ സേവിച്ച് അവയ്ക്ക് ധൂപം കാട്ടി ദൈവത്തിന് കോപം വരുമാറ് അവൻ പ്രവർത്തിച്ചത് കൊണ്ട് സ്വർഗത്തിലെ ശലോമോനോ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവമാ ഞാൻ, പക്ഷെ നീയോ എന്നെ വിട്ട് ബാൽ ദൈവങ്ങളെ സേവിക്കാൻ പോയത് കൊണ്ട് നിന്റെ അപ്പനോടുള്ള ദയ നിന്റെ ജീവകാലത്തിൽ നിരക്കൊനർത്ഥവും വരത്തില്ല. എന്നാൽ നിന്റെ തലമുറയുടെ കാലം വരുമ്പോ സ്വത്രം നിന്റെ രാജത്വം ആ തലമുറ ഞാൻ എടുത്തു മാറ്റും. സ്വത്രം. കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, 4 തലമുറ വരെ ശാപവും 1000 തലമുറ വരെ അനുഗ്രഹമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നെങ്കിൽ നോക്ക്, 4ാം തലമുറയിൽ ശാപം വന്നു വീണു. എന്നാൽ വ്യക്തമായി പറയട്ടെ, സ്വർഗം ശാപത്തെ കൊണ്ടിട്ടെങ്കിലും ഒരു ഉടമ്പടി അവിടെ ചെയ്യുകയാണ്. എന്റെ ദാസനായ ദാവീദ് എന്നെ പിൻപറ്റിയത് കൊണ്ട് സ്വത്രം ഞാൻ അവനെ മറക്കത്തില്ല. സ്വത്രം. ദൈവത്തിന്റെ ആലയം പണിത ശലോമോനെ അല്ല ദൈവം ഓർത്തത്. സ്വത്രം. പിന്നെയോ ദൈവത്തിന് വേണ്ടി നിന്ന ദാവീദിനെയാ, ദൈവത്തിന് വേണ്ടി നിന്ന ദാവീദിനെയാ ദൈവം ഓർത്തത്. ശലോമോനെ ദൈവം മറന്നു. കാരണം ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഈ നല്ല രാത്രിയിൽ നിങ്ങളോട് വ്യക്തമായി ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവത്തെ പിൻപറ്റുവാൻ നീ തയ്യാറാകുമ്പോൾ ആ ദൈവസന്നിധിയിൽ നിന്നെ അകറ്റിക്കൊണ്ടു പോകുവാൻ, ദൈവകൃപയിൽ നിന്നെ നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ മോഹത്തിൽ കൊണ്ടിട്ട് പാപം ചെയ്യിച്ച് ദൈവത്തിന് അകറ്റിക്കളയുവാൻ പിശാചൊരുക്കുന്ന ലോകമോഹ വാഗ്ദാനങ്ങൾ കണ്ടിട്ട് നീ അതിന്റെ പിന്നാലെ പോകാതെ എന്തെല്ലാം കഷ്ടം വന്ന
വന്നാലും, എന്തെല്ലാം നഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് പറഞ്ഞ് ദൈവത്തോട് കൂടെ നില്ല്. സകലതും നഷ്ടപ്പെട്ടിട്ടും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും എന്ന് പറഞ്ഞ ഇയ്യോബ് കണ്ട ഇരട്ടി അനുഗ്രഹം പോലെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒറ്റപ്പെടലും കണ്ണുനീരിനും സാമ്പത്തിക പ്രതിസന്ധിക്കും 1000 മടങ്ങ് പ്രതിഫലം തന്ന് നിന്നെ മാനിക്കാതെ എന്റെ കർത്താവിനെ വീഴത്തില്ല. വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിക്ക്. സ്തോത്രം. ഒരു പക്ഷേ നിന്റെ കൂടപ്പിറപ്പുകൾ പറയും നീ നിന്റെ മക്കളെ രക്ഷപ്പെടത്തില്ല. അത് പിശാച് പറയിക്കുന്നതാ, അല്ലാതെ അവര് പറയുന്നതല്ല. സ്വത്രം നിന്റെ സ്നേഹിതർ പറയും നീ നന്മ കാണത്തില്ല, അത് അവരല്ല പറയുന്നത്, അവരെ കൊണ്ട് പിശാച് പറയിക്കുന്നതാ. സ്വത്രം. നിന്റെ അയൽവക്കക്കാര് പറയും നീ ഉയർച്ച പ്രാപിക്കത്തില്ല, അത് അവരല്ല പറയുന്നത്, അവരെ കൊണ്ട് പിശാച് പറയിക്കുന്ന. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിനക്ക് പോരാട്ടമുള്ളത് നിന്റെ അയൽവക്കക്കാരോടല്ല, നിന്റെ കൂട്ടു സഹോദരങ്ങളോടല്ല, സ്വത്രം നിന്റെ ദേശക്കാരോടല്ല, അവരെ മേൽ വ്യാപരിക്കുന്ന ആഴ്ചകളും അധികാരങ്ങളും അന്ധകാര ദുഷ്ടാത്മസേനയുമാണ്. സ്വത്രം. എന്നാൽ അവരെ കൊണ്ട് നമ്മെ കുറ്റം പറയിക്കുന്ന പിശാച്, അവര് പാവങ്ങളാ, അവരൊന്നും ഒരിക്കലും നമ്മളെ നിഷിക്കത്തില്ല. പക്ഷെ അവരുടെ അകത്തളങ്ങളിലേക്ക് പിശാച് കയറിയിട്ട് സ്വത്രം നിന്നെ എങ്ങനെയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറ്റി കൊണ്ടുപോയി തകർക്കണതിന് അവൻ പദ്ധതി ഒരുക്കുക. നിന്റെ മുമ്പിൽ ന്യായങ്ങളും അപന്യായങ്ങളും കൊണ്ടുവരുന്നത് അത് കേട്ടിട്ട് നിന്റെ അകത്ത് വൈരാഗ്യ ബുദ്ധി വെച്ചു പുലർത്താതെ അത് വിട്ട് കളഞ്ഞിട്ട് ദൈവമുഖത്തേക്ക് നോക്കി നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈ അപവാദങ്ങളും അപമാനങ്ങളും പിശാചിനെ നോക്കി മാറ് പിശാചെന്ന്. സ്വത്രം. ആ പിശാച് പോകും, നീ മഹത്വം കാണും. സ്വത്രം. നോക്ക്, യോബിന്റെ സ്നേഹിതന്മാർ വന്നത് തന്റെ വീഴ്ചയിൽ തന്റെ വേദനയിൽ തനിക്ക് ആശ്വാസമായിട്ടാ. പക്ഷെ അവർ ഒടുവിൽ യോബിനെ കുറ്റം പറയുന്നു. അത് മനസ്സിലാക്കി യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളോ സ്വത്രം അവര് 2 പറഞ്ഞെങ്കിൽ 4 പറയും. സ്വത്രം. അവര് 4 പറഞ്ഞാൽ നമ്മൾ അവരെ 8 പറയും. എന്നിട്ട് അങ്ങ് ഭയങ്കര പ്രാർത്ഥനയാ, എവിടെ നടക്കാൻ, ഒരു മറുപടിയും കിട്ടത്തില്ല. സ്വത്രം. നിന്നെ ദുഷിക്കും തോറും നീ ഓർക്കണം, ഒരു വലിയ പ്രതിഫലം സ്വർഗത്തിലുണ്ട്. കാരണം നീ പാപം ചെയ്തിട്ടല്ല, നീ ദോഷം ചെയ്തിട്ടല്ല, നീ ആരെയും തകർക്കാൻ കൂട്ടുന്നിട്ടല്ല, നീ ദൈവത്തെ സേവിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നു കൊണ്ടുമാണ് നിനക്കെതിരെ ശത്രു വാടകോരുന്നത്. അത് ദൈവം തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പാകെ പരാജയപ്പെടുത്തും, നിന്നെ ഉയർത്തി മാനിക്കും. ആ വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ഏതെല്ലാം മന്ത്രങ്ങൾ ചൊല്ലിയും, ഏതെല്ലാം തന്ത്രങ്ങൾ ചൊല്ലിയും, ഏതെല്ലാം വിളിച്ചു നേർച്ചകൾ നടത്തിയും നിന്റെ സന്തതിയെ വശിപ്പിക്കും ശ്രമിക്കുന്ന ശത്രു ഒരിക്കലും നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ജയിക്കത്തെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്വത്രം. കാരണം സകല നാമത്തിനും മേലായ നാമം നൽകിയ സ്വർഗത്തിലെ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. സ്വത്രം. സകല നാമത്തിനും മേലായ നാമം അത് യേശുവിന്റെ നാമമാ. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ, യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ, യേശുവിന്റെ വചനം കാണുമ്പോൾ വിറയ്ക്കും. സ്വത്രം. പിശാച് വിറയ്ക്കും. സ്വത്രം. പിശാചിന് സഹിക്കത്തില്ല. സ്വത്രം. അപ്പൊ മനസ്സിലായിക്കോണം, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിരിക്കുന്നു. നിന്റെ കണ്ണുനീരിന് മറുപടി വരാൻ സമയമായി. സ്വത്രം. ആ സമയത്ത് പിശാചിന്റെ ശക്തി അധികം വർദ്ധിക്കും. സ്വത്രം. അവൻ 4 പാടുന്നു, ഒന്നുകൂടി ശക്തി വർദ്ധിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് വരും. അങ്ങനെയല്ലേ എല്ലാം തകർന്നടിഞ്ഞപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഹോവ തന്നു എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭാര്യ വന്ന് പറയും അവസാനം പോയി ചത്ത് കളഞ്ഞൂടെ? പുഴുവരിച്ച് പുഴു ഇറുത്ത് ചാരത്തിൽ വീണ് കിടന്ന് പടയ്ക്കുന്ന കണ്ടിട്ടും ഈ ദൈവത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നു. നാണമില്ല മനുഷ്യ. യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലയോ സഹോദരി, നന്മ ഉള്ളപ്പോ നമ്മൾ അനുഭവിച്ചെങ്കിൽ ഈ തിന്മയും അനുഭവിച്ചുകൂടെ? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് യോബിന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന വാക്ക് കേട്ടപ്പോൾ സ്വർഗത്രയം അടങ്ങിയിരുന്നില്ല. വിശ്വാസമുണ്ടോ? പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ,
നിന്ദയുടെ പരിഹാസങ്ങളുടെ നടുവിൽ ദൈവത്തോട് കൂടെ നിൽക്കാൻ, ഇല്ലായ്മയുടെ നടുവിൽ ദൈവസന്നിധി മുഴങ്കാല് മടക്കാൻ, കണ്ണുനോട് പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയുമോ? അങ്ങനെങ്കിൽ ആരല്ല, എവിടെയല്ല, എങ്ങനെയല്ല നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും നീ തകർന്നു വീഴത്തില്ല. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പിശാച് തകർന്നു വീഴും. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ ദൈവം പിശാചിന്റെ തല തകർത്തവനാ. അങ്ങനെയാണെങ്കിൽ നിന്നെ തകർക്കാൻ വരുന്ന പിശാചിന് എന്തില്ലെന്നറിയാമോ? തലയില്ല. തലയില്ലാത്ത പിശാചിനെയാണ് നീ പേടിക്കുന്നത് മൊത്തം. സ്തോത്രം. തലയില്ലാത്ത പിശാചിനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. സ്തോത്രം. അവന് തലയില്ലാത്തത് കൊണ്ടാണ് പലരും രൂപത്തിൽ വരുന്നത്. പലരുടെ അകത്ത് കയറി വരും. തലയുണ്ടായിരുന്നു അവൻ തല പൊക്കിക്കൊണ്ടുവരുമായിരുന്നു. സ്തോത്രം. കണ്ടിട്ടില്ലേ? സ്തോത്രം. തലയില്ലാത്തത് കൊണ്ട് പലരുടെയും തല അവൻ ഉപയോഗിക്കുക. അങ്ങനെ നീ തിരിച്ചറിയണം, ഇത് ഇവനല്ല, ഇവന് വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? അവനോട് യുദ്ധം ചെയ്യാതെ ദൈവസന്നിധി മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കണം. അവന്റെ തല തകരും, നിന്റെ തല ഉയരും. എന്റെ കർത്താവ് നിന്നെ വിളിച്ചത് പിശാചിന്റെ തല തകർക്കാനാ. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ തല തകർക്കാനാ നിന്നെ വിളിച്ചത്. അതിനുവേണ്ടിയാ നിന്റെ മേൽ അവൻ അഭിഷേകം പകർന്നത്. അതിനുവേണ്ടി അവൻ കാൽവറി ക്രൂശ് യാഗമായത്. നീയോ തലയില്ലാത്ത പിയായനെ കണ്ട് പേടിച്ചു മാളത്തിൽ കയറിയിരിക്കുക. സ്വത്രം. ഈ സന്ധ്യയെങ്കിൽ നിങ്ങളെ വ്യക്തമായി പറയട്ടെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവത്തിന്റെ കരങ്ങളിൽ വഹിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു മന്ത്രവാദം നിന്നെ തൊടത്തില്ല, ഒരു പിശാച് നിന്നെ തൊടത്തില്ല, ഒരു കഷ്ടം നിന്നെ പിടിക്കത്തില്ല, രോഗം നിന്നെ കടന്നു പിടിച്ച് നീ മരണത്തിന് അടിമയാകത്തില്ല, ലോകത്തിൽ ദരിദ്രനായി തീരുകയില്ല. പക്ഷെ വിശ്വാസം വേണം. സ്വത്രം. ആരില്? ദൈവത്തിൽ. സ്വത്രം. ദൈവത്തിന്റെ വചനത്തിൽ. സ്വത്രം. ദൈവത്തിന്റെ ആത്മാവിൽ നീ പൂർണ്ണമായി വിശ്വസിച്ച് മഹത്വം ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. മഹത്വം ദൈവത്തിന് കൊടുത്താൽ സ്വത്രം നീയും നിന്റെ സന്തതിയും ഭൂതലത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ആർക്കും നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം. യഹോവ എന്നോട് കൂടെ ഇരുന്നു, അവൻ എന്നെ ഓർത്തു. സ്വത്രം. എൻ്റെ തലമുറയെ ഓർത്തു, വരുവാനുള്ള ഗ്രഹത്തെ ഓർത്തു. സ്വത്രം. എത്രയായി? 3 തലമുറ. സ്വത്രം. എന്നാൽ 4ാം തലമുറയിലേക്ക് വരുമ്പോൾ ലോകരക്ഷകനായ കർത്താവ് വന്നെങ്കിൽ നിന്റെ സന്തതി യെശയ്യാ 58:12 പറയുന്നത് സംഭവിക്കും. എന്താണ് പറയുന്നത്? പുരാതന ശൂന്യങ്ങളെ പണിയും, തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും, പാതകളെ യഥാസ്ഥാനമാക്കുന്നവനെന്ന് ഞാൻ നിനക്ക് പേർ പറയും. നീ കരഞ്ഞില്ലേ? നീ ചോദിച്ചില്ലേ? നീ ഇടിവിൽ നിന്നില്ലേ? എൻ്റെ ജീവിതത്തിന്റെ പിൽക്കാലം എന്താകും? മുൻപോട്ടുള്ള ശുഭയാത്ര എങ്ങനായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുമോ? എൻ്റെ കൂട്ടാളിയുടെ രോഗം മാറുമോ? എൻ്റെ കലവറയുടെ ശൂന്യത മാറി നിറവ് വരുമോ എന്ന് നീ പല രാത്രിയും പല പകലുകളും നീ ചോദിച്ചില്ലേ? ഈ കഷ്ടത്തിൽ നിന്ന് ആരെന്നെ സഹായിപ്പാൻ കടന്നു ചോദിച്ചില്ലേ? ആരെല്ലാം നിന്നെ മറന്നാലും നിന്നെ ഒരു നാളും കൈവിടുകയില്ല, മറന്നു കളയത്തില്ല, ഉപേക്ഷിക്കരുത് പറഞ്ഞ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കുഞ്ഞെ, വിശ്വസിക്ക്. അവൻ നിന്റെ ഉപനിധിയാ. അവസാനത്തോളം നിന്നെ കൈപിടിച്ച് നടത്തുന്ന ശക്തനാ. അവൻ പറഞ്ഞത് ഭയപ്പെടേണ്ടെന്നാ. സ്വത്രം. യേശുവപ്പം പറഞ്ഞത് ഭയപ്പെടണ്ട, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലമാ. സ്വത്രം. എന്റെ ദൈവം പറയാ, ഈ ലോകത്തിന്റെ പ്രകമ്പനങ്ങൾ കണ്ട്, ലോകത്തിൽ പിശാച് കാണിക്കുന്ന ചേഷ്ടകൾ കണ്ട് ഭയപ്പെടണ്ടെന്ന്. ഞാൻ നിന്റെ പ്രതിഫലമാ. സ്വത്രം. ഞാൻ നിന്റെ മഹത്വമാ. ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ. ഒരനർത്ഥവും വന്ന് നീ നിന്റെ സന്തതിയും ഭൂമിയിൽ പട്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. ഈ ദൈവത്തെ നമുക്ക് മുറുകെ പിടിച്ചൂടെ? ഈ ദൈവത്തെ നമുക്ക് മുറുകെ പിടിച്ചൂടെ? ഈ ദൈവത്തിന്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമേൻ പറഞ്ഞൂടെ? ജയിക്കും. നീ തോക്കത്തില്ല. ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും
അവയുടെ നടുവിൽ നിന്ന് വിടുവിക്കാമെന്ന് പറഞ്ഞവൻ നിന്നോട് കൂടെയുണ്ട്. സ്വത്രം. കഴിഞ്ഞ ഇന്നലകളിൽ പിശാച് ആവോളം നിന്നെ നിന്റെ തലമുറയെ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ പിശാചിന്റെ കരത്തിൽ വിട്ടുകൊടുക്കാതെ ഭൂതലത്തിൽ നിന്നെ ഇന്നുവരെ കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ അപ്പന് മനസ്സലിവ് തോന്നിയെങ്കിൽ നിന്നോട് ചെയ്ത വാഗ്ദത്ത നിവർത്തി, നിന്റെ സന്തതിയോട് ചെയ്ത വാഗ്ദത്ത നിവർത്തി, നിന്റെ കൂട്ടാളിയുടെ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ അത് നിവർത്തിച്ച് ഭൂതലത്തിൽ സമാധാനത്തോടെ അത് അനുഭവിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി നീ ദൈവസന്നിധിയിൽ ചേരും. അതിനു മുമ്പ് ഒരു രോഗം കടന്നു പിടിച്ച്, ഒരു ശാപം കടന്നു പിടിച്ച് നീ നിന്റെ സന്തതിയും തകർന്നു പോകുവാൻ ഇടവരത്തില്ല. ഇക്കാലം ഇത്തിരി കഷ്ടമാണെങ്കിലും, ഇക്കാലം ഇത്തിരി വേദനയാണെങ്കിലും, ഇക്കാലം ഇത്തിരി നഷ്ടങ്ങൾ വന്നെങ്കിലും കുഞ്ഞെ ഭയപ്പെടണ്ട. സകല കഷ്ടങ്ങളെയും മാറ്റി ശ്രേഷ്ഠകരമായി ഉയർത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നതും സേവിക്കുന്നതും. ആ ദൈവം കൂട്ടുകാരിൽ ഫലമായി നിന്നെ നിറയ്ക്കും. നീ അനുഗ്രഹം പ്രാപിക്കും. ലോകത്തുള്ളവനേക്കാൾ വലിയവനായ കർത്താവിന്റെ കൂടെ കാലം നീ ലോകത്തിൽ നശിച്ചു പോകത്തില്ല. നീ ഒരു നിന്ന പാത്രമാകുന്നത് അനുവദിക്കത്തില്ല. അവൻ അന്ത്യത്തോളം നിന്നെ കാക്കുവാൻ ശക്തനായി നിന്നോട് കൂടെയുണ്ട്. എന്റെ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ അന്ത്യത്തോളം വഴി നടത്തും. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.